ഇനിയും ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്തവരുണ്ടോ? എങ്കിലിനി അധികം സമയമില്ല. ജൂൺ 30 അവസാന തീയതി. ഇപ്പോൾ ചെയ്താൽ വെറും 1000 രൂപ പിഴയടച്ച് ലിങ്കിംഗ് പൂർത്തിയാക്കാം. സമയപരിധിക്കുള്ളിൽ ആധാറും പാനും ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് സേവനം നിലയ്ക്കും. ലിങ്ക് ചെയ്യാത്തവർ ഉടൻ പൂർത്തിയാക്കണം. അതിനായി വളരെ ലളിതമായി ചെയ്യാം. ഇൻകം ടാക്സിന്റെ www.incometax.gov.in/iec/FO എന്ന വെബ്സൈറ്റിൽ പോകുക. അതിൽ തന്നെ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പറും ആധാർ കാർഡും എന്റർ ചെയ്യുക. അതിനുശേഷം താഴെ വലതുവശത്തായി കാണുന്ന വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് ഫോർ ദിസ് പാൻ എന്ന മെസ്സേജ് ലഭിക്കും. ആ പോപ്പപ്പ് ബോക്സിന് താഴെയായി കാണുന്ന കണ്ടിന്യൂ ടു പേ ത്രൂ ഇ-പേ ടാക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇ-പേ ടാക്സ് എന്ന വിൻഡോയിൽ നിങ്ങളുടെ പാൻ നമ്പർ നൽകുക. വീണ്ടും ഒരു തവണ കൂടി നിങ്ങളുടെ പാൻ നമ്പർ കൺഫേം ചെയ്യണം. അതിനുശേഷം OTP ലഭിക്കേണ്ട മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കണ്ടിന്യൂ നൽകുക. ഉടൻ നിങ്ങൾ എന്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് അടുത്ത വിൻഡോയിൽ എന്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ യു ഹാവ് സക്സസ്ഫുള്ളി വെരിഫൈഡ് ത്രൂ മൊബൈൽ OTP എന്ന മെസ്സേജ് വരും. അതിലെ നിർദ്ദേശപ്രകാരം കണ്ടിന്യൂ ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ ഇൻകം ടാക്സ് എന്ന ഓപ്ഷന് താഴെയായി പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ ന്യൂ പേയ്മെന്റ് എന്ന ഓപ്ഷന് കീഴിൽ കുറച്ചു കാര്യങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. അസസ്മെന്റ് ഇയർ 2024-2025 സെലക്ട് ചെയ്യണം. അതിന് വലതുവശത്തുള്ള ടൈപ്പ് ഓഫ് പേയ്മെന്റ് എന്നതിൽ അതർ റെസിപ്റ്റ് 500 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതർ റെസിപ്റ്റ് 500 എന്നത് ഒരു കോഡാണ്. ഇതിന് താഴെ വരുന്ന സബ് ടൈപ്പ് ഓഫ് പേയ്മെന്റിൽ ഫീ ഫോർ ഡിലേ ഇൻ ലിങ്കിംഗ് പാൻ വിത്ത് ആധാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ 1000 രൂപ അടയ്ക്കണമെന്ന് കാണിക്കും. അവിടെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ലഭിക്കും. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, പേയ്മെന്റ് അറ്റ് ബാങ്ക് കൌണ്ടർ, നെഫ്റ്റ്, RTGS എന്നീ ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇവിടെ ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ വന്ന് പേ നൌ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഐ എഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾ പേയ്മെന്റ് വിൻഡോയിലെത്തും. നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ അനുസരിച്ചായിരിക്കും പേയ്മെന്റ് വിൻഡോ. അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോയാൽ ദ ചലാൻ പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് സ്ക്രീനിൽ ലഭിക്കും. ഈ ചലാൻ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ആധാറും പാനും ലിങ്ക് ചെയ്യാനുള്ള പേയ്മെന്റ് പൂർത്തിയാക്കി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും www.incometax.gov.in/iec/FO എന്ന പോർട്ടലിൽ കയറി ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പാൻ നമ്പർ, ആധാർ നമ്പർ എന്നിവ എന്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ യുവർ പേയ്മെന്റ് ഈസ് വെരിഫൈഡ് എന്ന മെസ്സേജ് ലഭിക്കും. അതിന് താഴെയുള്ള കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ വീണ്ടും പാൻ കാർഡ് നമ്പർ, ആധാർ നമ്പർ, ആധാറിൽ ഉള്ള പോലെ പേര്, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. അതിന് താഴെയുള്ള ചെക്ക് ബോക്സിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ആധാർ കാർഡിൽ നിങ്ങളുടെ ജന്മവർഷം മാത്രമാണുള്ളതെങ്കിൽ ആദ്യത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ മാത്രം ടിക്ക് ചെയ്യുക. ശേഷം താഴെയുള്ള ലിങ്ക് ആധാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഈ OTP അടുത്ത വിൻഡോയിൽ എന്റർ ചെയ്ത് വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ റിക്വസ്റ്റ് ഫോർ ആധാർ പാൻ ലിങ്കിംഗ് ഹാസ് ബീൻ സെൻഡ് ഫോർ വാലിഡേഷൻ എന്ന മെസ്സേജ് കാണാം. ഇതിനർത്ഥം നിങ്ങൾ ഓൺലൈൻ പ്രോസസ് വിജയകരമായി പൂർത്തിയാക്കി എന്നാണ്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ www.incometax.gov.in/iec/FO എന്ന പോർട്ടലിൽ കയറി വ്യൂ ആധാർ ലിങ്ക് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ നൽകുക.